ഉദുമ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് പാലക്കുന്നിലെ സാഗർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി. CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ ജൈവ വൈവിധ്യ പരിപാലന കർമ്മ പദ്ധതിയുടെ പുസ്തകവും പ്രകാശനം ചെയ്തു. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. പഞ്ചായത്തുകൾ അധികാരത്തിന്റെ കേന്ദ്രങ്ങളായി മാറിയെന്നും പണം കൊണ്ടും അധികാരം കൊണ്ടും വികസന പ്രവർത്തനങ്ങളിൽ കേരളത്തിലെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അത്യുന്നതിയിലാണെന്നും ഉദുമ MLA അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു പറഞ്ഞു. തിങ്കളാഴ്ച രാവിലെ പാലക്കുന്ന് സാഗർ ഓഡിറ്റോറിയത്തിൽ ഉദുമ ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസം, ആരോഗ്യം, പൊതുവിതരണം, സാമൂഹ്യനീതി, പശ്ചാത്തല സൗകര്യം എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്നത്. 1504.64 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഉദുമ നിയോജക മണ്ഡലത്തിൽ നടത്തിയെന്നും ഇതിൽ 136.18 കോടി രൂപ ഉദുമ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് അനുവദിച്ചതെന്നും MLA പറഞ്ഞു. ഈ പഞ്ചായത്ത് വഴിയാണ് എല്ലാ സ്കീമും നടപ്പിലാക്കുന്നത്. 136.18 കോടി, പള്ളിക്കര 167.45 കോടി, ചെമ്മനാട് 195.10 കോടി. അവരാണ് പഞ്ചായത്ത് ഓഫീസ് ഉദ്ഘാടനത്തിന് പ്രോട്ടോകോൾ ലംഘിച്ച് മലപ്പുറത്ത് MLA കൊണ്ടുവന്ന് ചെയ്യിക്കാനല്ല ആലോചിച്ചത്. പക്ഷേ ആര് ഭരിക്കുന്ന നോക്കിയിട്ടല്ല കൊടുത്തത്, പൈസ കൊടുത്തു. പുല്ലൂർ പെരിയ UDF ആണ് ഭരിക്കുന്നത്, 139.24 കോടി. ബേഡെടുക്ക 239.73 കോടി. കുറ്റിക്കോൾ 110.57 കോടി. മുളിയാർ 165.37 കോടി. ദേലമ്പാടി 118.12 കോടി. എല്ലാം കൂടുമ്പോൾ 1504.64 കോടി. 1600 കോടി രൂപയുടെ ഇതെങ്ങനെയോ ഭരണാനുമതി കിട്ടി, സാങ്കേതികാനുമതി കിട്ടി, പ്രവൃത്തിയിലേക്ക് പോയ പദ്ധതികളാണ് പറയുന്നത്. അല്ലാതല്ല, ചിലത് തുടങ്ങി, ചിലത് ഉദ്ഘാടനത്തിന് കാത്തിരുന്ന് തറക്കല്ലിടാൻ, ചിലത് പണി പൂർത്തിയായി. പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് P. ലക്ഷ്മി അധ്യക്ഷയായി. റിസോഴ്സ് പേഴ്സൺ സുബാഷ് വികസന സദസ്സിന്റെ ആമുഖം അവതരിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വിവര പൊതുജന സമ്പർക്ക വകുപ്പ് തയ്യാറാക്കിയ വീഡിയോ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്, കാസർഗോഡ് ജില്ലയുടെ ചുമതലയുള്ള വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ എന്നിവരുടെ സന്ദേശവും പ്രദർശിപ്പിച്ചു. തുടർന്ന് പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വീഡിയോ പ്രദർശനവും നടന്നു. പഞ്ചായത്ത് സെക്രട്ടറി A. ആദിത്യൻ വികസന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജൈവ വൈവിധ്യ പരിപാലന കർമ്മ പദ്ധതിയുടെ പുസ്തകവും ഇതേ വേദിയിൽ വെച്ച് പുറത്തിറക്കി. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് സെക്രട്ടറി ഡോക്ടർ V. ബാലകൃഷ്ണൻ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ജില്ലയിൽ ഈ പുസ്തകം പുറത്തിറക്കുന്ന ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് ഉദുമ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജൈവ വൈവിധ്യ പരിപാലന സമിതികളിൽ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പഞ്ചായത്താണ് ഉദുമയെന്ന് ഡോക്ടർ V. ബാലകൃഷ്ണൻ പറഞ്ഞു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജൈവ വൈവിധ്യ പരിപാലന സമിതികളിൽ വളരെ ശ്ലാഘനീയമായ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന പ്രവർത്തനങ്ങൾ ചെയ്ത ഒരു ഗ്രാമപഞ്ചായത്താണ് ഉദുമ ഗ്രാമപഞ്ചായത്ത്. ശങ്കരനാരായണൻ തമ്പി ഹാളിൽ, നിയമസഭയുടെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ഇന്ത്യയിൽ ആദ്യമായി നമ്മുടെ നിയമസഭാ സാമാജികർക്ക് വേണ്ടിയുള്ള ഒരു ഇന്ററാക്ഷൻ ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നു കഴിഞ്ഞ 7-ാം തീയതി. ബഹുമാനായിട്ടുള്ള നമ്മുടെ MLA ഉൾപ്പെടെ ജില്ലയിലുള്ള മുഴുവൻ MLA-മാരും അതിൽ പങ്കെടുത്തിരുന്നു. അന്നും ഞാൻ അവിടെ പറഞ്ഞത് എൻ്റെ പഞ്ചായത്തിനെ പറ്റിയുള്ള ആ ഒരു പോസിറ്റീവ് ആംഗിളാണ്. ഹരിത കേരള മിഷന്റെ മികച്ച പരിസ്ഥിതി പ്രവർത്തകനുള്ള പുരസ്കാരം നേടിയ BMC കോർഡിനേറ്റർ മുകുന്ദൻ മാസ്റ്ററെ പരിപാടിയിൽ ആദരിച്ചു. പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിനായുള്ള നൂതന ആശയങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ചർച്ചയിൽ നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ K. ബാലകൃഷ്ണൻ മോഡറേറ്ററായി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK വിജയൻ, ഭരണസമിതി അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഉദുമ.